ഹേ ഓൾ, ഇന്ന് ഈ കൊടുംചൂടിലൊന്ന് തണുപ്പിക്കാൻ പറ്റിയ ഒരു ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കിയാലോ? ആക്ച്വലി ഞാൻ റിലയൻസിൽ പോയപ്പോ ഈ മോൾഡ് ഇരിക്കാനാണ്ടപ്പോ തോന്നിയ ഒരു ആശയാണ്. എന്നാ ഭയം നമുക്ക് ഉണ്ടാക്കി വെക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2 ടാങ്കിന്റെ പൗഡർ, 1 കപ്പ് പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ട് ഹെവിയായ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ ചീത്തയായി പോയാലോ. അപ്പോളേ ഈ ഐസ് ഫ്രൂട്ടിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുത്ത നമ്മുടെ ടാങ്കിന്റെ മിക്സർ ഈ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. അതായത് ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ഇല്ലാത്ത തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ ടാങ്കിന്റെ മിക്സ് നമുക്ക് ഈ ഓരോ പാത്രത്തിലേക്കും ഓരോ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാട്ടോ. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതിയേ. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മൂടി എടുത്തതിനകത്തോട്ട് അടച്ചു കൊടുക്കാവേ. കണ്ട, അതിനകത്ത് തന്നെ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഐസ് അതിനകത്ത് നല്ലപോലെ പിടിച്ചിരുന്നോളൂ. എന്നിട്ട് നമ്മുടെ ഫ്രീസറിനകത്ത് ഒരു 10 മണിക്കൂർ മിനിമം വെക്കണം, എന്നാലാണ് ഐസായിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഐസ് ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് വന്നതുണ്ടാ. നല്ല അടിപൊളി ടേസ്റ്റ് പറഞ്ഞിട്ടാ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കാണാവേ, ബൈ.